കർത്താവിൽ പ്രിയരെ, ഈ വർഷത്തെ നമ്മുടെ വലിയ നോയമ്പ് മാർച്ച് മാസം 2-ാം തീയതി ആരംഭിക്കുകയാണല്ലോ. ഈ നാളുകളിലുള്ള നമ്മുടെ ധ്യാനവും പഠനവും പ്രാർത്ഥനയും എല്ലാം തന്നെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്നതിന് മുഖാന്തരമാകണം. ക്രിസ്തുവിൽ സാധ്യമായിത്തീരുന്നത് പുതുക്കമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. എന്താണ് പുതുക്കം? 3 വാക്കുകളാണ് പുതുക്കം എന്ന ആശയത്തോട് ബന്ധപ്പെട്ട് പറയാറുള്ളത്. ഒന്ന് റിനോവേഷൻ, റിഫോർമേഷൻ ആൻഡ് റിന്യൂവൽ. റിനോവേഷൻ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പഴയ വീടുകൾ റിനോവേറ്റ് ചെയ്ത് ഉപയോഗയോഗ്യമാക്കി തീർക്കാറുണ്ട്. ഒരുപക്ഷെ ആ വീട് പൂട്ടിക്കിടക്കുകയായിരിക്കാം, വളരെ നാളുകളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പൊടി പിടിച്ച് കിടക്കുന്നു, ചുക്കിലി കൊണ്ട് നിറയുന്നു, ആ പറമ്പ് മുഴുവനും കാട് പിടിച്ചിട്ട് കിടപ്പുണ്ട്. അങ്ങനെയുള്ള വീടുകൾ നാം റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. കാട് വെട്ടി തെളിക്കുന്നു, പൊടി അടിച്ചു കളയുന്നു, തറ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വല്പം സിമെൻ്റൊക്കെ തേക്കുന്നു. ഇത് ഉപയോഗശൂന്യമായവയെ ഉപയോഗയോഗ്യമാക്കി തീർക്കുന്നു. ചിലപ്പോൾ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടാകും, അതൊക്കെ മാറ്റും. ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ്. മേജർ റിപ്പയർ ഒന്നുമില്ല, മൈനർ റിപ്പയേഴ്സേ ഉള്ളൂ. അതിനെയാണ് റിനോവേഷൻ എന്ന് പറയുക. ഇനി രണ്ടാമത്തെ റീഫോർമേഷൻ. പഴയ വീടുകൾ നാം റീഫോം ചെയ്ത് ഉപയോഗയോഗ്യമാക്കാറുണ്ട്. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പഴയ വീട് അതിൻ്റെ തായ് ഭവന് മാത്രം നിർത്തും, ആ ചുറ്റുമുള്ള ചായ്പൊക്കെ പൊളിച്ചു കളയും. എന്നിട്ട് പറ്റുമെങ്കിൽ മുൻവശം ഒന്ന് വാർത്ത് ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഡ്രോയിങ് കം ഡൈനിങ്, ഒരു സിറ്റ് ഔട്ട്, കാർ പോർച്ച്. അകത്തുള്ള ചെറിയ ചെറിയ മുറികളുടെ ഇടയിലുള്ള ചുമരൊക്കെ പൊളിച്ച് കളയും, അടുക്കളയൊക്കെ വൃത്തിയാക്കും, ഒരു വാതിൽ അവിടെ മാറ്റി വയ്ക്കും, ജനല വെച്ചെന്നിരിക്കും, എല്ലാം കൂടെ വൃത്തിയാക്കും. പറമ്പ് മിറ്റം കെട്ടും, മതിൽ കെട്ടും, എല്ലാം വൃത്തി. എന്തൊരു ഭംഗിയാണ്! പുതിയ ഒരാൾ വന്നാൽ, പരിചിതനല്ലാത്തൊരാൾ ആ പ്രദേശത്തോട്ട് വന്നാൽ അദ്ദേഹം പറയും, പുതിയൊരു വീടാണെന്ന് തോന്നുന്നു. കാഴ്ചയിൽ വ്യത്യാസമാണ്, സൗകര്യത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞ് ഇറങ്ങും. കാരണം പഴയ വെട്ടുകല്ലിലോട്ടാണ് ഈ വാർപ്പ് പിടിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതാണ് റീഫോർമേഷൻ എന്ന് പറയും. കാഴ്ചയിൽ വളരെ വ്യത്യാസമാണ്, പക്ഷെ തായ് ഭവൻ അത് തന്നെയാണ്. പക്ഷെ കുഴപ്പമുണ്ട് എന്ന് മാത്രം. ഇനി പുതുക്കം എന്ന് പറയുന്നതിന് നല്ല ഉദാഹരണം, അതും ഒരു ഭവനം പുതുക്കുക എന്ന് പറഞ്ഞാൽ പഴയ ഭവനം മുഴുവൻ പൊളിച്ചു കളയും, അടിത്തറ പോലും മാന്തും. എന്നിട്ട് അവിടെ നല്ലൊരു വീട് പുതിയ പ്ലാൻ അനുസരിച്ച് പണി. ഒരു പക്ഷേ ഇതിൻ്റെ ചില ഇഷ്ടികയോ 1-2 വാതിലോ ഔട്ട് ഹൗസിലോ പിൻവശത്തോ ഒക്കെ വെച്ച് പിടിപ്പിച്ചെന്നിരിക്കും. ഇതാണ് പുതുക്കം എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഉദാഹരണം ഒരുപക്ഷെ നാം കേട്ടില്ലായിരുന്നുവെങ്കിൽ ഈ 3 വാക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് തോന്നാറില്ല. എന്നാൽ കാതലായ വ്യത്യാസം ഇവയ്ക്കുണ്ട്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ നോയമ്പ് കാലത്ത് നാം ധ്യാനിക്കാറുള്ളത്. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഓരോ ദിവസവും ധ്യാനിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് കാനാവിലെ കല്യാണ ഭവനത്തിൽ കർത്താവ് വെള്ളം വീഞ്ഞാക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ വേദഭാഗം നൊയമ്പിലെ ആദ്യത്തെ ഞായറാഴ്ച വായിക്കുന്നത് എന്ന് നാം ചിന്തിക്കാനുള്ള സാധ്യത ഏറെയാണ്.
ഈ പറഞ്ഞ പുതുക്കമെന്ന ആശയത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ വേദഭാഗത്തെ നമുക്ക് കാണേണ്ടത്. പല വിധത്തിൽ ഈ വേദഭാഗം നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സംശയമില്ല. പല വിധത്തിലുള്ള പുതുക്കമാണ് ആവിർഭാവനത്തിൽ സംഭവിക്കുക. ഒന്നാമത്തെ ഒരു പുതുക്കം എന്ന് പറഞ്ഞാൽ യേശുവിനെയും അമ്മയെയും ഒക്കെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിലുണ്ടായത്. ഈ പുതുക്കത്തിൻ്റെ അടിത്തറയും അടിസ്ഥാനവും ഒക്കെ ഇതാണ്, യേശു സാന്നിധ്യമാണ്. യേശു ജീവിതത്തിൻ്റെ റിയാലിറ്റിയായി തീരുമ്പോഴാണ് പുതുക്കം സംഭവിക്കുക. അത് പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമാണ്. നമുക്ക് യേശു സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സാധിക്കുന്നത് ക്ഷണിക്കുന്നതിലൂടെയാണ്. നമ്മൾ സാധാരണ എപ്പോഴും പ്രസംഗങ്ങളിലും അല്ലാതെയും ഒക്കെ കോട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് വേദവാക്യമുണ്ട്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒറ്റ നോട്ടത്തിൽ വലിയ പ്രയാസമില്ല. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടെ അത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം. കാരണം ദൈവം സർവ്വവ്യാപിയാണ്. ദൈവസാന്നിധ്യം അകത്തും പുറത്തും ഒരുപോലെയുണ്ട്. ഒരുപോലെ ആ സാന്നിധ്യം നമുക്ക് ലഭ്യമാണ്. ഉടനെ നാം ചോദിക്കാം, പിന്നെന്തേ കർത്താവ് പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അകത്തോട്ട് പ്രവേശിക്കാം എന്ന് പറയുന്നതിൻ്റെ സംഗതി എന്താണ്? അകത്തുള്ള ദൈവത്തോട് അകത്തോട്ട് വരാൻ പറയേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. The presence of God is available everywhere. Until and unless we avail that presence is not a reality in our life. അതാണ് അതിൻ്റെ അർത്ഥം. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു യാഥാർത്ഥ്യമേ അല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതാണ് കർത്താവ് പറയുന്നത്, ക്ഷണിക്കണം. ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് അവർ വില്ലിങ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ അതർ പേഴ്സൺ. അതാണ് ക്ഷണിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ യേശു കർത്താവിൻ്റെ സാന്നിധ്യം ലഭ്യമാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചോളം യാഥാർത്ഥ്യമാക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ദൈവമേ നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം എന്ന് പറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിന്നിലൂടെ സാധ്യമായി തീരുന്ന പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിൽ തമ്പുരാനെ നിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരണമെന്ന് നാം എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ അപേക്ഷിച്ചിട്ടുണ്ട്. ചിലർ പറയും, നീ രക്ഷിക്കപ്പെട്ടതാണോ, നീ വീണ്ടും ജന്മം പ്രാപിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. ചിലർക്കത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ചിലർക്കത് കേൾക്കുന്നത് വലിയ ചതുർത്ഥിയാണ്. വാക്കുകൾ എന്തായാലും യേശു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീർന്നേ മതിയാവും. അതാണ് പുതുക്കത്തിൻ്റെ അടിസ്ഥാനം. അവിടെ അത് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ വീട്ടിൽ വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്കുണ്ടാകുന്നത്. ദേ വർ ഫേസിങ് എ ബിഗ് ക്രൈസിസ്. ഭയങ്കര ടെൻഷനാണ്. ആ ഒരു വില്ലേജ് പശ്ചാത്തലം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഭവനവുമായിട്ട് താതാത്മ്യപ്പെടാൻ സാധിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രയാസം ഊഹിച്ചെടുക്കാം. പക്ഷേ അതിനുത്തരം കണ്ടെത്താൻ സാധ്യമായി തീർന്നത് ദൈവസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, യേശു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. യേശു സാന്നിധ്യം സാധ്യമായി തീർന്നത് യേശു കർത്താവിനെ ക്ഷണിച്ചു എന്നതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ യേശു യാഥാർത്ഥ്യമായി തീർന്നുവെന്ന് ഉറപ്പുവരുത്താൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് പുതുക്കമെന്ന ചിന്ത തന്നെ സംഗതമായിട്ട് തീരുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, നിങ്ങളെന്നെ കേൾക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, അതിനേക്കാൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് ഭവിക്കണം. ഇത് ഭവിക്കുമ്പോഴാണ് ക്രിസ്തുയേശുവിൽ കൂടി സാധ്യമായി തീരുന്ന പുതുക്കം സാധ്യമായി തീരുന്നത്. രണ്ട് വലിയ ക്രൈസിസാണ്. എന്നാൽ യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും അമ്മയുമൊക്കെ ക്ഷണിതാക്കളാണ്. പക്ഷേ യേശുവിൻ്റെ അമ്മ മണത്തറിഞ്ഞു അവരുടെ പ്രയാസത്തെ. അത്
യേശു സാന്നിധ്യം യാഥാർത്ഥ്യമായി തീർന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന ഒന്നാണ്. മറ്റുള്ളവൻ്റെ വേദന പറയാതെ തന്നെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം സാധ്യമായി തീരുക എന്നുള്ളത്. അത് രൂപാന്തരം പ്രാപിച്ചവരുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷണമാണ്. മറ്റുള്ളവരുടെ വേദന പറയാതെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നവളായ മറിയയാണ് നമ്മുടെ കാണുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചേ പറ്റൂ. നാം പലപ്പോഴും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയൽപ്പക്കത്ത് എന്ത് സംഭവിക്കുന്നു, എൻ്റെ അയൽക്കാരന് എന്ത് സംഭവിക്കുന്നു, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഇടവയിൽ എന്ത് സംഭവിക്കുന്നു, സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മളൊക്കെ ഒട്ടും ബോധേടല്ല. അത് നമ്മുടെ വിഷയമേ അല്ല. നാം യഥാർത്ഥത്തിൽ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവേശിക്കുകയും യേശു കർത്താവിനാൽ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവൻ്റെ വേദന എൻ്റെ വേദനയാകും, വേദനയായി തീർന്നേ മതിയാവും. അതാണ് മറിയ നമ്മോട് സംസാരിക്കുന്നത്. മൂന്നാമതായിട്ട് കാണുന്നു, വെള്ളം കോരാൻ പറയുന്നു. വെള്ളം മണമില്ല, രുചിയില്ല, ഒന്നുമില്ല, ഇല്ലാത്ത ഒന്നാണ്. എന്നിട്ട് അത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോലും. അവിടെ വെള്ളമല്ലല്ലോ ആവശ്യം, വീഞ്ഞാണ്. അതുകൊണ്ട് ഒരു പക്ഷെ പറഞ്ഞു കാണുമെന്നൊക്കെയാണ് എൻ്റെ ഊഹം. വീഞ്ഞാണ് കൊണ്ടുപോയി കൊടുക്കുക. ഒട്ടും റീസണബിൾ അല്ലാത്ത കാര്യമാണ് പറയുന്നത്. ഞാൻ കോരിയ വെള്ളം വീഞ്ഞാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ സ്വീകരിക്കാൻ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. സ്വയം ചിന്തിക്കുന്ന ഒരാളും അത് സ്വീകരിക്കാൻ പ്രയാസം. അതുതന്നെയാണ് തോമസ് അപ്പോസ്തലനും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്. ഞാൻ കാണണം, എനിക്ക് മേക്ക് ഷുവർ ചെയ്യണം, എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അത് ഇതുവരെയോ യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശുവിൻ്റെ വാക്കനുസരിച്ചപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മണവും ഗുണവും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറുകയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായ മണവും രുചിയും എല്ലാമുള്ള വീഞ്ഞായി തീരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതാണ് പുതുക്കം എന്ന് പറയുക. യേശുവിനാൽ സ്പർശിക്കപ്പെടുന്നവർ എപ്പോഴും ഇങ്ങനെയാണ്. സക്കായിയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. നല്ല ഉദാഹരണമാണ്. സക്കായി പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും സ്വയം തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്ത മനുഷ്യനാണ്. അവൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, യേശു അവനെ സ്പർശിച്ചപ്പോൾ അവൻ്റെ ലൈഫ് ഫിലോസഫി തന്നെ മാറുന്നതായിട്ട് കാണും. ഇതുവരെ പണത്തിനു വേണ്ടി ജീവിച്ചവൻ ഇപ്പോൾ പണം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട്, പങ്കിടാനായിട്ട് തയ്യാറാകും. അവൻ്റെ ഔട്ട്ലുക്ക് മാറുകയാണ്. മറ്റുള്ളവൻ്റെ വേദന അവൻ്റെ വേദനയായിട്ട് തീരുന്നതായിട്ട് കാണുന്നു. ഇതൊക്കെയാണ് ക്രിസ്തുയേശുവിലൂടെയുള്ള പുതുക്കമെന്ന് പറയുക. ഈ പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിലായിരിക്കണം നമ്മുടെ ഈ ആഴ്ചത്തെ ധ്യാനവും പഠനവുമല്ല. ഒരുവൻ ക്രിസ്തുവിലാവാൻ പുതിയ സൃഷ്ടിയാകും. അതെല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുവാനും നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ സമർപ്പണത്തെ പുതുക്കുന്നതിനും ഉള്ള ദിനങ്ങളായി തീരട്ടെ ഈ നോയമ്പുകാലം എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവം തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.